ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെള്ളരിക്ക മാങ്ങ കറി. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെള്ളരിക്ക മാങ്ങ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3/4 കിലോ അടുപ്പിച്ചുണ്ടാകും. നമ്മളിതിൻ്റെ തൊലിയും അതുപോലെ അകത്തുള്ള സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം 1/2 കിലോ അടുപ്പിച്ചതിൻ്റെ വെയിറ്റ് ഉണ്ടാകും. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമാങ്ങയാണ്. ഞാനിവിടെ ഫ്രോസൺ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ സീസണിൽ കുറച്ചധികം മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം ഈ ഒരു കറിയിലോട്ട് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു മുരിങ്ങക്കോലും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളരിക്ക കട്ട് ചെയ്ത് കഴുകിയ ശേഷം നമ്മളത് തയ്യാറാക്കുന്ന കുക്കറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ട് ചെറുതായിട്ട് തിന്നായിട്ടാണ് ഞാൻ വെള്ളരിക്ക കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മാങ്ങയുടെ അളവ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 എണ്ണം ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം. ഞാനിവിടെ 1 കപ്പ് അളവിനാണ് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റീം വന്ന് വെയിറ്റ് ഇട്ട ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളരിക്ക മാങ്ങയും വേവുന്ന നേരം കൊണ്ട് അതിനകത്തേക്ക് ചേർക്കേണ്ട തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് 3/4 കപ്പ് അളവിന് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 അല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളരിക്ക മാങ്ങയും വേവാൻ വെച്ചത് 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അതിനുശേഷം അതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മൾ കുക്കറൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം വെള്ളരിക്ക മാങ്ങയും അതുപോലെ മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങ അരച്ചത് വെള്ളരിക്ക മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓണാക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങ അരപ്പിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ അളവിന് കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുവാണ്. കടുക് താളിച്ചത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്ക മാങ്ങക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് ഈ ഒരു വെള്ളരിക്ക മാങ്ങക്കറി. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്